ഇന്ന് നമ്മൾ VFAയുടെ ഭരണഘടനയിലെ കുറച്ച് 2018 to 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134/2017. 2017 തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ 5 to 11 ഭാഗം പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 5 to 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 5 to 11 പൗരത്വത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 5 to 11 ഭാഗം പ്രതിപാദിക്കുന്നത്. അടുത്തത് 17ാമത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2002 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത്, ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? പ്രസിഡന്റ്. അടുത്തത്, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്ന്? 1977 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്. അടുത്തത്, സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ. അടുത്തത്, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? 22ാമത്തത് ഡി ആണ്, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. അപ്പൊ നമ്മൾ റിട്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എത്ര എണ്ണം ഉണ്ടെന്ന് പഠിക്കണം. അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 2017 തൊട്ട് ഇതെല്ലാം VFAയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും ഇപ്പോ എന്താണ് നമ്മൾ നോക്കുമ്പോൾ LGS ലെവലാണെന്ന് തോന്നുന്നത് അല്ലേ? പക്ഷെ അപ്പൊ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പോയി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ എന്നാലും ഇതിൽ നിന്നൊക്കെ വരുന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പൊ തൊട്ടുള്ള PYQ നമ്മള് നോക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. പഴയതാണെന്നും പറഞ്ഞ് നമ്മൾ നോക്കാതിരിക്കരുത്. കാര്യം ഇതെല്ലാം നമുക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അടുത്തത്, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. അടുത്തത്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2005. അതൊക്കെ ഇപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോക ഭൗമദിനം എന്നാണ്? ലോക ഭൗമദിനം എന്നാണ്? 25 ബി ആണ്, ഏപ്രിൽ 22 ലോക ഭൗമദിനം. അടുത്തത്, കേരളത്തിലെ കോൾ നിലം ഏതു ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏതു ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് കോൾ നിലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എറണാകുളം കോൾ അതറിയാലോ. അടുത്തത്, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെയാണ്? 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 15%, അതായത് 15% കവിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. അടുത്തത്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 2ഉം
മൂന്നും നാലും പ്രസ്താവനകളാണ് ശരി. 2ഉം 3ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. അപ്പൊ നമുക്ക് ശരി മാത്രം പറയാം. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. അത് നമുക്കറിയാം. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. മറന്നു പോകരുത്, സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. രാജ്യം, സംസ്ഥാനം, അതോർക്കുക. രാജ്യം, സംസ്ഥാനം. അത് കോഡാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ശരിയാണ്. ലോകസഭയ്ക്കല്ലേ ധനബില്ലിന്റെ എല്ലാ മണിബില്ലിന്റെ എല്ലാ ഇതും ലോകസഭയ്ക്കാണ്, രാജ്യസഭയ്ക്ക് അതില്ല. രാജ്യസഭ സംസ്ഥാനം, രാജ്യം, സംസ്ഥാനം, രാജ്യം, അതോർക്കുക കേട്ടോ. അടുത്തത് 22ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണെന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്. ആ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ ഡി ആണ്. 3ഉം 4ഉമാണ് പെടാത്തത്. അപ്പൊ നമുക്ക് പെടുന്നത് നോക്കാം. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, അത് രണ്ടുമാണ് പെടുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം. അടുത്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ഓരോ സമയത്തും തെരഞ്ഞെടുപ്പിന്റെ അനുസരിച്ച് അന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഇതായിരുന്നു കേട്ടോ. അപ്പൊ 24ാമത്തത് ആൻസർ ഡി ആണ്. സി വിജിൽ ആയിരുന്നു. അതൊന്നും ഇനി ചോദിക്കാനായിട്ട് സാധ്യതയില്ല. അടുത്തത് 25ാമത്തത് ചേരുംപടി ചേർത്തോ പരിശോധിക്കുകയാണ്. അപ്പൊ 25ാമത്തത് നമുക്കത് ആൻസർ പറയാം. 1, 2 ആണ് ശരി. അതായത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജം, അത് ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം, അത് രണ്ടുമാണ് ശരി. നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റ് ഒക്കെ വിദ്യാഭ്യാസത്തിലെ കുറിച്ചൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ്. മദ്യനിയന്ത്രണം, ബാങ്കിങ്, അവയൊക്കെ പിന്നെ എന്താണ്, അവയെല്ലാം അത് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്തത് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആര്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. ഇപ്പോഴത്തേത് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. കിരൺ റിജിജു ആണ് ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രി. കിരൺ റിജിജു, മറന്നു പോകരുത്. കിരൺ റിജിജു ആണ് ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. മറന്നു പോകരുത്. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. അടുത്തത് 27ാമത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി. 2ഉം 3ഉം ആണ് ശരി. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പൊ കമ്മീഷനുകളെല്ലാം ഒന്ന് പഠിക്കുക. നിലവിൽ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. ഇത് അന്നത്തെ ഇതായിരുന്നു, ഇപ്പൊ കിരൺ റിജിജു ആണ്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുകയാണ്. അതില് ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. അതായത് നമുക്കറിയാം അഴിമതി നിയന്ത്രിക്കുന്നതിനാണ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. എല്ലാം ശരിയാണ്. അടുത്തത്
ലോക തണ്ണീർത്തടം ദിനം എന്ന്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അത് ഇതിന്റെ കൂടെ കയറി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അടുത്തത് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തേത് ആരാണ്? ഇപ്പോഴത്തത് ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. എന്നാൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാനത്തിലെ ബിന്ദു കൃഷ്ണയാണ്. അടുത്തത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയെന്നാണ്? 9 രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. അടുത്തത് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ. അത് ശരിയാണ്. ഇതില് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. അദ്ദേഹം 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അദ്ദേഹം ചുമതലയേറ്റത് 2025 ജനുവരി 2 ചുമതലയേറ്റത്. എന്നാണ് 2025 ജനുവരി 2 അദ്ദേഹം ചുമതലയേറ്റത്. മനസ്സിലായാലും 2025 ജനുവരി 2 അദ്ദേഹം ചുമതലയേറ്റത്. ജനുവരി 2 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ എഴുതാൻ ഇത്തിരി പാടാണ്, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ആര്? ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർദാസ് ഭാർഗവാണ് ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത്. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഠാക്കൂർദാസ് ഭാർഗവാണ് ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത്. അടുത്തത്, അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 52ാമത്തെ ഭേദഗതി. 52ാമത്തെ ഭേദഗതിയാണ് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. അടുത്തത്, കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? വിദ്യാഭ്യാസം. അടുത്തത്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അയിത്ത നിർമാർജനമാണ്. അപ്പൊ ഉൾപ്പെട്ടത് നമുക്ക് നോക്കാം. കൃഷിയും മൃഗപരിപാലനവും, ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, ഇവയൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ്. അടുത്തത്, ഇത് നമുക്ക് വേണ്ട, ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അടുത്തത്, ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് നിർമ്മിച്ച പ്രൊജക്റ്റായ പാരിയുടെ പൂർണ്ണരൂപം, PARIയുടെ പൂർണ്ണരൂപം എന്താണ്? PARIയുടെ പൂർണ്ണരൂപം പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. ഇതൊന്നും വേണ്ട. സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, only 1 and 2. അതായത് ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. ശരിയാണ്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അപ്പർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, സംസ്ഥാന നിയമസഭകളുടെയാണ് കേട്ടോ. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അടുത്തത്, ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓൾ ദ എബോവ് എല്ലാം ശരിയാണ്. ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്, ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്തിനെ പറയുന്നത്. താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണെന്നാണ്. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണെന്നാണ്. ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് മൗലിക അവകാശത്തെയാണെന്നാണ്. ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്തത്, പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏതു കമ്മിറ്റിയാണെന്നാണ്.
പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്നാണ്? നമുക്കറിയാം, അയർലൻഡ്. ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ഏത് ഭേദഗതി പ്രകാരമാണ്? 91ാമത്തെ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിയമം പാസ്സായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. അടുത്തത്, ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് സത്യമേവ ജയതേ. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര്? ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് മിത്രനികേതൻ. ശാന്തിനികേതൻ ആരുടെയാണെന്ന് അറിയാം, രവീന്ദ്രനാഥ ടാഗോർ. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 243K ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി പാർട്ടുകൾ നമ്മൾ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞായറാഴ്ചയാണ് നാളെ ക്ലാസ് ഉണ്ടാവത്തില്ല. തിങ്കളാഴ്ച അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.